ഓക്കെ, ഡാറ്റ അനാലിസിസിലെ രണ്ടാമത്തെ യൂണിറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി +1 +2 പഠിച്ച എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത തിയറി പോലെ തന്നെ പ്രോബ്ലം പോലെ തന്നെ തിയറിക്കും പ്രാധാന്യമുള്ള സബ്ജക്റ്റാണ്. സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ പകുതി തിയറിയും പകുതി പ്രോബ്ലമാണ് വരിക. എന്നാൽ ഡാറ്റ അനാലിസിസിൽ ഒരു 70% തിയറി ആയിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തിയറി നന്നായിട്ട് പഠിക്കണം. പ്രോബ്ലം 1-2 പ്രോബ്ലം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ അതിലേതെങ്കിലും ഒരെണ്ണോ ഒക്കെയാണ് എക്സാമിന് ചോദിക്കുക. പക്ഷെ അതെല്ലാ പ്രോബ്ലം നമ്മൾ ശരിക്കും ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. യൂണിറ്റ് 2 സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ് ആണ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതിനൊരു മീനിങ് മനസ്സിലാക്കി വെക്കണം. അത് മീനിങ് ഒന്നും ഞാനിപ്പോൾ വായിക്കുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ചെറിയൊരു മീനിങ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് കുറേ വിവരങ്ങൾ കളക്ട് ചെയ്തിട്ട്, കുറേ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്ന പരിപാടിയാണ്. എന്ന് വെച്ചാൽ സമൂഹവുമായി ബന്ധപ്പെട്ടതോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ ആയ കുറേ വിവരങ്ങൾ, കുറേ ഡാറ്റാസ് കളക്ട് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഇൻഫർമേഷനാക്കി മാറ്റുക. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു അനുപാതം കാണിക്കാം. ഇപ്പോൾ എത്ര ശതമാനം ആണുങ്ങളുണ്ട്, എത്ര ശതമാനം പെണ്ണുങ്ങളുണ്ട് കേരളത്തിൽ എന്നത് നമുക്ക് ഒരു ശതമാന കണക്കിൽ കാണിക്കാൻ പറ്റും. ആ ശതമാന കണക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? കുറേ ഡാറ്റ കളക്ട് ചെയ്യണം. ഓരോ ജില്ലയിലുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലുള്ള ആളുകളുടെ എണ്ണം കളക്ട് ചെയ്യണം. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യണം. അതിനെ ഒന്നിച്ച് ചേർത്ത് അതിന് ചില കാൽക്കുലേഷനൊക്കെ നടത്തണം. എന്നിട്ട് അതിനൊരു ആൻസർ കണ്ടെത്തണം. എന്നിട്ട് അതിനെ നമ്മൾ പ്രസന്റ് ചെയ്യും. പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ഒരു കണക്കായിട്ട്, ഇപ്പോൾ 40% സ്ത്രീകൾ, 60% പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അതൊരു കണക്കാണ്. അതാണ് പ്രസന്റിങ് ഡാറ്റ. ഈ പ്രസന്റ് ചെയ്യുന്നത് ഒന്നുകിൽ എഴുത്തിലോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിലോ ആയിരിക്കും. അതായത് ചില ഗ്രാഫുകളൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുക. ഈ പരിപാടിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മീനിങ് കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ കളക്ടിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്, പ്രസന്റിങ് ദി ഡാറ്റ എന്ന് പറയാം. ആ ഡാറ്റ തന്നെ ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. ആ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ നോമിനൽ ഡാറ്റ എന്നും ഓർഡിനൽ ഡാറ്റ എന്നും പറയും. അതിൻ്റെ തിയറി ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അത് നമുക്ക് എണ്ണാൻ പറ്റുന്ന ഡാറ്റയാണ്. നേരത്തെ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എണ്ണാൻ പറ്റാത്ത, ഇപ്പോൾ ഹൈറ്റ്, വെയ്റ്റ്, ബ്യൂട്ടി, ഇതൊന്നും നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്ന ഡാറ്റയാണ്. അതിനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ തന്നെ ഡിസ്ക്രീറ്റ് ഡാറ്റയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണെന്ന് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ഡിസ്ക്രീറ്റ് ഡാറ്റയുണ്ട്. അതായത് എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ നമ്പർ ഇതേപോലെ തന്നാൽ അതിനെ ഡിസ്ക്രീറ്റ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡാറ്റ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്. നമുക്ക് ഇവിടെ ഈ എന്താ പറയുക, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മാത്സ് പഠിക്കുമ്പോൾ കുറേ നമ്പർ വെച്ചിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. അതിനൊക്കെ നമ്മൾ നമ്പേഴ്സിന് ഓരോ പേരിട്ടിട്ട് വിളിക്കും. തൽക്കാലം നമുക്ക് തരുന്ന നമ്പേഴ്സിനെ എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. 2, 4, 5, 8, 23, 7, 30, 12.
ഇതൊരു എക്സ് വാല്യൂ ആണ്. ഇങ്ങനെ ഒരു സാധനം തന്നാൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയും. മറ്റൊരു പേര് ഇൻഡിവിജ്വൽ ഡാറ്റ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ടൈപ്പ് ഡാറ്റയുണ്ട്, അത് ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് തരിക. എക്സിൻ്റെ ഒരു വാല്യൂ തരും, ദെൻ എഫിൻ്റെ വാല്യൂ തരും. ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളൊരു ഡാറ്റ ഉണ്ടല്ലോ, 2, 4 ഇങ്ങനെ. ഇതിപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കാണെന്ന് വിചാരിക്കുക. 2, 4, 8, 5, 23 അങ്ങനെ. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടാവും? ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ട് വിചാരിക്കുക. ആ 100 കുട്ടികളുടെ മാർക്കും ഇതേപോലെ ഉണ്ടാവുമല്ലോ, 2, 4, 5, 6 ഒക്കെ ആയിട്ട്. ആ മാർക്കിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ നീട്ടിപ്പോൾ 22, 33, 22 വേറൊരു കുട്ടിക്കുണ്ട്, 33 വേറെ കുട്ടിക്കുണ്ട്, 40 ഒരു കുട്ടിക്കുണ്ട്, 45 ഒരു കുട്ടിക്കുണ്ട്, 45 വേറൊരു കുട്ടിക്കുണ്ട്, അങ്ങനെ 45 കുറേ കുട്ടികൾക്കുണ്ട് വിചാരിക്കുക. ഇതും എന്തെന്നാണ്? ഇൻഡിവിജ്വൽ ഡാറ്റയാണ്. പക്ഷെ 100 കുട്ടികളുടെ മാർക്ക് ഇവിടെ എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇതിങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഈ പേജൊക്കെ നിറയും. അപ്പോൾ അങ്ങനെ നീട്ടി എഴുതുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു മാർഗം സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ, പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ കാണിക്കുന്ന ഒരു സയൻസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടി ചുരുക്കി കാണിക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ 45 1, 2, 3, 4, 5 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 5 തവണ 45 എഴുതുന്നതിന് പകരം 45ൻ്റെ നേരെ 5 ഇട്ടുകൊടുത്താൽ മതി. അതായത് 45 5 തവണ ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ അതിൻ്റെ നേരെ അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ 34 എന്ന് പറയുന്ന നമ്പർ എത്ര എണ്ണം ഉണ്ടെന്നാണ്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 34 എഴുതുന്നതിന് പകരം നമ്മളിങ്ങനെ ചുരുക്കി എഴുതാൻ പറ്റും. 8 12 8 എണ്ണം ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 8നെ 12 ഇങ്ങനെ എഴുതി പോണതിനേക്കാൾ നല്ലത് ചുരുക്കി എഴുതാം. ഇങ്ങനെ ചുരുക്കി എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഷൈന, ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ രണ്ട് ഡാറ്റ പഠിച്ചു. ഒന്ന് മൈക്ക് ഓഫ് ചെയ്തോളൂ. ഒന്ന് ഇൻഡിവിജ്വൽ ഡാറ്റയും 2 ഗ്രൂപ്പ്ഡ് ഡാറ്റയും. ഇൻഡിവിജ്വൽ ഡാറ്റയ്ക്ക് എക്സ് മാത്രമാണ് ഉണ്ടാവുക. ഇൻഡിവിജ്വൽ ഡാറ്റയ്ക്ക് ഇങ്ങനെ എക്സ് മാത്രമാണ് ഉണ്ടാവുക. മറ്റേതിന് എക്സിൻ്റെ കൂടെ എഫ് ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസിയാണ്. 34 എത്ര തവണ ഉണ്ടെന്ന് കാണിക്കാനാണ്. മൂന്നാമത്തെ ഒരു ഡാറ്റ കണ്ടിന്യൂസ് ഡാറ്റയാണ്. നമുക്ക് കിട്ടുന്ന ഡാറ്റയെ കണ്ടിന്യൂസ് രൂപത്തിലും ഉണ്ടാക്കാം. കണ്ടിന്യൂസ് ഡാറ്റ ഇങ്ങനെയാണ് വരിക. അതായത് ഒരു കണ്ടിന്യൂസ് ഫോർമുല, അതായത് 10 20 20 30 30 40 40 50. അതായത് ഒരുപാട് ഡാറ്റ വരുമ്പോൾ അതെല്ലാം കൂടെ നമുക്കൊരു ബോർഡിൽ എഴുതാനോ ബുക്കിൽ എഴുതാനോ പറ്റില്ല. ഇതെന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഫ്രീക്വൻസിയാണ്, നമുക്കറിയാം. 10 മുതൽ 20 മാർക്ക് വാങ്ങിയ ആൾക്കാരുടെ എണ്ണം 3 ആണ് എന്ന് പറഞ്ഞാൽ 10 11 12 19 വരെ 20 വരെയുള്ള നമ്പേഴ്സ് ഒക്കെ ഇതിൽ വരും. ആ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസിൻ്റെ ഒക്കെ എണ്ണാണ് ഇത്. അപ്പോൾ നമുക്ക് നീട്ട് എഴുതേണ്ട ആവശ്യമില്ല, ചുരുക്കി എഴുതാം. എന്തായാലും ഡാറ്റയെ ചുരുക്കി എഴുതാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ന് പറയാം. അതെല്ലാം പോട്ടെ, 3 ടൈപ്പ് ഡാറ്റയെ നമ്മൾ പഠിച്ചു. അത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം. ഒന്ന് ഡിസ്ക്രീറ്റ് ഡാറ്റ, എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. 2 ഗ്രൂപ്പ്ഡ് ഡാറ്റ, എക്സും എഫും ആണ് ഉണ്ടാവുക. 3 കണ്ടിന്യൂസ് ഡാറ്റ, 10 20 20 30 അങ്ങനെ പോകുന്ന ഡാറ്റ. ഈ ഡാറ്റ വെച്ചിട്ടാണ് നമുക്കിവിടെ കാൽക്കുലേഷൻസ് നടത്താനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അത് തിയറി പോർഷനാണ്. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ തിയറി ഇത് മനസ്സിലാക്കി വെക്കുക. ദെൻ തിയറിക്കായിട്ട് വേറെ ക്ലാസ് വെക്കും കേട്ടോ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി,
സ്റ്റാറ്റിസ്റ്റിക്സിലെ നേരത്തെ പറഞ്ഞ ഡാറ്റ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്താനുള്ളത് സെൻട്രൽ ടെൻഡൻസി കാണലാണ്. എന്താണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ആവറേജ് കാണൽ തന്നെ. കുറേ കണക്ക് തന്നിട്ട് അതിൻ്റെ ഒരു ആവറേജ് കാണുക. അതിൽ നമ്മൾക്ക് ആദ്യം കാണാനുള്ളത് മാത്തമെറ്റിക്കൽ ആവറേജ് ആണ്. ആ മാത്തമെറ്റിക്കൽ ആവറേജിൽ അരിതമെറ്റിക് മീനും ജിയോമെട്രിക് മീനും ഹാർമോണിക് മീനും വരും. അതിൽ മാത്തമെറ്റിക്കൽ ആവറേജിൽ നമുക്കിവിടെ അരിതമെറ്റിക് മീൻ മാത്രം പഠിച്ചാൽ മതി. ജിയോമെട്രിക് മീനും ഹാർമോണിക് മീനും തൽക്കാലം പഠിക്കണമെന്നില്ല നിങ്ങൾക്ക്. അപ്പൊ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എഴുതി തുടങ്ങാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് ഹെഡിങ് കൊടുക്കുക. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് ഹെഡിങ് കൊടുക്കുക. തിയറി എഴുതേണ്ട, തിയറിയുടെ നോട്ട്സ് വേറെ തരും. സെൻട്രൽ ടെൻഡൻസി ഹെഡിങ് കൊടുത്തതിന് ശേഷം ഈ ഹെഡിങ് കൊടുക്കുക അരിതമെറ്റിക് മീൻ. എന്നിട്ട് ഈ ഒരു 3 ലൈന് മീനിങ് ഉണ്ട്, അതൊന്ന് എഴുതി വെച്ചോളൂ. അരിതമെറ്റിക് മീൻ ഈസ് ദ സം ഓഫ് കളക്ഷൻ ഓഫ് നമ്പേഴ്സ് arithmetic mean is the sum of a collection of numbers divided by the count of numbers in the collection. It's often referred to as an average. ഇത് കഴിഞ്ഞാൽ പറയൂട്ടോ. അപ്പോൾ നമ്മളവിടെ മീനിങ്ങിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അരിതമെറ്റിക് മീൻ ഈസ് ദ സം ഓഫ് കളക്ഷൻ ഓഫ് നമ്പേഴ്സ്. നമുക്ക് തന്ന നമ്പറിൻ്റെ ഒരു സമ്മാണ്, അതിൻ്റെ ടോട്ടലാണ്. ആ ടോട്ടൽ എടുത്തിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് അരിതമെറ്റിക് മീൻ, അതായത് ആവറേജ്. നമുക്ക് കുറേ നമ്പർ തന്നാൽ ആ നമ്പറിന് ടോട്ടൽ ചെയ്യുക, അതിനെ അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷനൊക്കെ പറയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ കമ്പ്യൂട്ടേഷൻ. ഇനി എഴുതുക, സൈഡ് ഹെഡിങ് കൊടുക്കുക ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് സൈഡ് ഹെഡിങ് കൊടുക്കും. ഓരോ സീരീസിലും നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ട് പോകും. ഡിസ്ക്രീറ്റ് സീരീസ്, ഇതിനെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്നും ഇൻഡിവിജ്വൽ സീരീസ് എന്നും പറയാറുണ്ട്. ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡാറ്റ തരിക, അതാണ് ഡിസ്ക്രീറ്റ് സീരീസ്. നമുക്കതിൽ മെത്തേഡ് 1ലും 2ലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ താഴെ മെത്തേഡ് 1 എന്ന് ഹെഡിങ് കൊടുക്കുക. മെത്തേഡ് 1. അതിൽ നമ്മൾ കാൽക്കുലേഷൻ നടത്തേണ്ടത് അരിതമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ അരിതമെറ്റിക് മീൻ ഈസ് ഇക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ആൾ ഒബ്സർവേഷൻ എന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അതായത് എക്സിൻ്റെ ടോട്ടൽ, എന്നിട്ട് എത്ര എണ്ണം എക്സ് ഉണ്ട് എന്ന് അതിൻ്റെ താഴെ എഴുതി ഡിവൈഡ് ചെയ്യാം. എഴുതിയില്ലേ?
നമ്മൾ നേരത്തെ വലിയതിന് മാറ്റിയിട്ട് അതിന്റെ താഴെ ഫോർമുല എന്ന് കൊടുത്തിട്ട് കുറച്ചും കൂടെ നല്ല ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റാം. ഫോർമുല മെത്തേഡ് 1 എക്സ് ബാർ അരിതമെറ്റിക് മീനിനെ നമ്മൾ എക്സ് ബാർ കൊണ്ടാണ് സൂചിപ്പിക്കുക. എക്സിന്റെ മേലെ ഒരു വര എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. മെത്തേഡ് 1ന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇക്വേഷൻ പഠിക്കലാണ് ഏറ്റവും മെയിൻ. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. എന്താണ് സിഗ്മ എക്സ് എന്ന് ചോദിച്ചാൽ എക്സിന്റെ ടോട്ടലാണ്, എൻ നമ്പറാണ്. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ എഴുതാം. കാൽക്കുലേറ്റ് അരിതമെറ്റിക് മീൻ എന്ന് എഴുതാൽ മതി. ഫ്രം ദി ഫോളോയിങ് മാർക്സ് ഓഫ് 7 സ്റ്റുഡൻസ്. മാർക്ക് 5, 11, 16, 17, 24, 30. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പറയൂ കേട്ടോ. എഴുതി. ഓക്കെ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എക്സിന്റെ വാല്യൂസ് 5, 11, 16, 17, 24, 30 ആണ്. ഇതന്നെയല്ലേ? വ്യത്യാസം വന്നോ? ഓക്കെ, അതന്നെ. ഓക്കെ. അപ്പോൾ ഈ എക്സിനെ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ വന്നത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ ടോട്ടലാണ്. അതൊന്ന് കൂട്ടി വെക്കൂ, എക്സിന്റെ ടോട്ടൽ എത്ര ഉണ്ടെന്ന്. എന്നിട്ട് നോക്കി വെക്കുമോ? കാൽക്കുലേറ്റർ കയ്യിൽ വേണം കേട്ടോ. കാൽക്കുലേറ്റർ ഇല്ല, ഞാൻ ഫോണിൽ ചെയ്യാം. ഫോണിൽ തന്നെയല്ലേ ലൈവ് അറ്റൻഡ് ചെയ്യണത്? കുഴപ്പമില്ല, തൽക്കാലം ഞാൻ കൂട്ടാം. ഇതിന്റെ ടോട്ടൽ എടുക്കലാണെന്ന് മനസ്സിലായല്ലോ. ഇതിന്റെ ടോട്ടൽ വരുമ്പോൾ സിഗ്മ എക്സ് വരുന്നത് 122 ആണ്. 122. എൻ എന്തായിരിക്കും? ടോട്ടൽ നമ്പർ 1, 2, 3, 4, 5, 6, 7. n = 7. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. m = 122 ഡിവൈഡ് ബൈ 7. ആൻസർ 17.43. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ ഈ മാർക്കിൻ്റെ ആവറേജ് മാർക്ക് 17.43 ആണെന്ന് അർത്ഥം. അല്ലെങ്കിൽ അതിനെ അരിതമെറ്റിക് മീന് 17.43 ആണ്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. പറയോ, അടുത്തേക്ക് പോട്ടെ? പോകാം.
ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്തോളൂ. ഫൈൻഡ് ഔട്ട് അരിത്തമെറ്റിക് മീൻ 2, 5, 8, 11 ആൻഡ് 14. അപ്പോൾ എക്സ് എന്നിട്ടിട്ട് ഈ നമ്പേഴ്സ് അങ്ങോട്ട് എഴുതുക, ടോട്ടൽ എടുക്കുക, ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ആൻസർ പറയും. കാൽക്കുലേറ്റർ നിർബന്ധമാണ് കേട്ടോ. നമുക്ക് മെത്തേഡ് 2ലേക്ക് വരാം. ഹെഡിങ് കൊടുക്കുക മെത്തേഡ് 2. മെത്തേഡ് 2ൻ്റെ താഴെ അതിൻ്റെ ഇക്വേഷൻ എക്സ് ബാർ ഈസിക്കൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡ് ബൈ എൻ. അതാണ് ഇക്വേഷൻ. ഇക്വേഷനിൽ ചേഞ്ച് ഉണ്ട്. അരിത്തമെറ്റിക് മീൻ നമുക്ക് 2 മെത്തേഡിൽ കാണാം. ഒന്ന് മെത്തേഡ് 1, അതായത് ഡയറക്റ്റ് മെത്തേഡാണ്. മെത്തേഡ് 2 ഷോർട്ട് കട്ട് മെത്തേഡ് എന്നാണ് അതിൻ്റെ പേര്, വേറൊരു പേര്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡ് ബൈ എൻ ആണ്. എന്താണ് എ? സിഗ്മ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീനാണ്. അതെന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അസ്യൂംഡ് മീൻ. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി വെക്കുക. ഡി ഇസിക്കൽ ടു എക്സ് മൈനസ് എ. എൻ നമ്മൾ നേരത്തെ കണ്ടതാണ്, നമ്പർ ഓഫ് ഐറ്റം. അപ്പോൾ ഇതിൽ നമുക്ക് എ എന്താണെന്ന് അറിയില്ല. എ എന്താണെന്ന് ചോദിച്ചാൽ ശരിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഡാറ്റ തന്നാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഖ്യയെ നമുക്ക് സങ്കല്പിക്കാം. അതാണ് അസ്യൂം എന്ന് പറഞ്ഞാൽ. എ ആയിട്ട്, അതായത് മീനായിട്ട് സങ്കല്പിക്കാം. അങ്ങനെ സാങ്കല്പിക മീനാണ് എ, അസ്യൂംഡ് മീൻ. അത് നമുക്ക് ഏത് വേണമെങ്കിലും ഇതൊന്ന് ഒന്ന് എ ആയിട്ട് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് മൈനസ് എ ആണ്. അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാം. ഈ ഇക്വേഷനും ഇത്രയും കാര്യങ്ങളും എഴുതി വെച്ചാൽ പറയും. നമുക്ക് അടുത്തേക്ക് പോവാം. ഇത്രയും സാധനങ്ങൾ എഴുതി വെച്ചോ? എഴുതി. ഒരു ക്വസ്റ്റ്യൻ എഴുതാ. ഫൈൻഡ് ഔട്ട് എ എം ഫ്രം ദി ഫോളോയിങ് ഡാറ്റ ബൈ യൂസിങ് 2 മെത്തേഡ്സ്. എന്നിട്ട് എക്സ് ഈസിക്കൽ ടു 10, 20, 30, 40, 50, 60, 70, 80. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് പറയും. എഴുതി. ഓക്കെ. മെത്തേഡ് 1 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് മെത്തേഡ് 1 ഒന്ന് കണ്ടുപിടിക്കൂ.
45 ആണോ ആൻസർ? യെസ്, 45. 360 ഡിവൈഡ് ബൈ 8 45. അപ്പോൾ മെത്തേഡ് 1 ആൻസർ 45 ആണ്. ഇനി മെത്തേഡ് 2 ചെയ്യാം. ഹെഡിങ് കൊടുക്കുക മെത്തേഡ് 2 അസ്യൂംഡ് മീൻ മെത്തേഡ്. മെത്തേഡ് 2 അസ്യൂംഡ് മീൻ മെത്തേഡ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ബാർ ഈസിക്കൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡ് ബൈ എൻ. assumed mean method equation x bar is equal to a plus sigma d divided by n. എന്നിട്ട് നമുക്ക് ഇനി മുതൽ കോളം വരക്കണം. എക്സിനെ നേരെ താഴേക്ക് കോളം വരയ്ക്കുക. എന്നിട്ട് ഇതേപോലെ എഴുതുക. എക്സ് 10, 20, 30, 40, 50, 60, 70, 80. എഴുതി. ഇപ്പുറത്ത് ഡി എന്നൊരു കോളം. ഡി എന്താണെന്ന് വെച്ചാൽ എക്സ് മൈനസ് എ. നമുക്ക് എ കാണണം. മൈക്കൊന്ന് ഓഫ് ചെയ്യും. ഫോണിന്റെ ചെറിയ കംപ്ലൈന്റ് ആയിരിക്കും അത് ഇക്കോ വരുന്നത്. സാധാരണ അങ്ങനെ വരാറില്ല. അപ്പോൾ എക്സ് നമുക്കൊരു എ കണ്ടുപിടിക്കാം. എ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ ഈ എക്സിന്റെ വാല്യൂസിനെ മൊത്തം നോക്കുക. എന്നിട്ട് ഇതിന്റെ ഏകദേശം മധ്യത്തിൽ വരുന്ന ഒന്നിനെ നമുക്ക് അങ്ങോട്ട് സങ്കല്പിക്കാം എ ആണെന്ന്. മധ്യത്തിൽ വരുന്നത് എടുക്കുമ്പോൾ എമൗണ്ടിന്റെ കാര്യത്തിൽ, അതായത് അതിന്റെ ആ വാല്യൂവിന്റെ കാര്യത്തിൽ ഏകദേശം മധ്യം ആയിരിക്കണം. അതാണ് നല്ലത്. അങ്ങനെ നമുക്ക് ഈ എക്സിന്റെ വാല്യൂവിൽ ഏതെങ്കിലും ഒന്നിനെ എ ആയിട്ട് തിരഞ്ഞെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും ഒന്ന് പറയും. നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം. ഏത് തിരഞ്ഞെടുക്കും? ഒന്ന് പറയോ? 40 50 എടുക്കാം. ഒന്നുകിൽ 40 എടുക്കാം, സെലക്ട് ചെയ്യാം. 40 തിരഞ്ഞെടുക്കാം. 40 അല്ല, നമുക്ക് 50 തന്നെ ആക്കാം. 50 ആണ് ഇവിടെ ഓൾറെഡി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 50 തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി കാണണം. ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്. എ എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇതാണ് എ. ഇതിനൊന്നും ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടോ കേട്ടോ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണെന്ന് പറഞ്ഞാൽ 10 മൈനസ് 50, അതാണ് ഇവിടെ -40. അങ്ങനെ ഓരോന്നിനും ഡി ഉണ്ടാവും. ആ ഡി കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ജസ്റ്റ് പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ഡി എന്തായിരിക്കും? 20 മൈനസ് 50. അപ്പൊ എത്ര ആയിരിക്കും? 30. അടുത്തതോ? 20. ഓക്കെ. ഇങ്ങനെ ആയിരിക്കും വരിക. 30, 20, -10 എല്ലാം മൈനസ് ആണ് വരിക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. -40, -30, -20, 10. പിന്നെ 50 മൈനസ് 50 തന്നെ വരുന്നതുകൊണ്ട് 0. അടുത്തത് 10, 20, 30 അങ്ങനെ വരും. നമ്മുടെ ഇക്വേഷൻ നോക്കൂ. ഇങ്ങനെ എഴുതിക്കോളൂ കേട്ടോ.
നമ്മുടെ ഇക്വേഷൻ നോക്കൂ, എക്സ് ബാർ ഈസിക്കൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡ് ബൈ എൻ. നമ്മൾ എപ്പോഴും ഇക്വേഷനിലേക്കാണ് നോക്കേണ്ടത് എന്തൊക്കെ വേണമെന്നറിയാൻ. എ ഇവിടെ ഉണ്ട്, സിഗ്മ ഡി ഡി കിട്ടിയിട്ടുണ്ട്, പക്ഷെ സിഗ്മ ഡി കിട്ടിയിട്ടില്ല. എന്താണ് സിഗ്മ ഡി? സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ സിഗ്മ പറഞ്ഞ പോലെ സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ ഡീൻ്റെ ടോട്ടലാണ്. ഈ ഡീനെ എങ്ങനെ നമ്മൾ ടോട്ടൽ ചെയ്യും? നന്നായി ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ടോട്ടലിങ് ഡീൻ്റെ ടോട്ടൽ, ഡീൻ്റെ സിഗ്മ കാണണം. ആ സിഗ്മ കാണുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈനസ് സംഖ്യയുണ്ട്, പ്ലസ് സംഖ്യയുണ്ട്. -40 -30 മൈനസ് സംഖ്യയും പ്ലസ് സംഖ്യയും തമ്മിൽ സിഗ്മ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു റൂളുണ്ട്. മൈനസും പ്ലസും തമ്മിൽ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ആ നോട്ടിൽ മലയാളത്തിലൊന്ന് എഴുതി വെച്ചോളൂ. മൈനസ് സംഖ്യയും പ്ലസ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ, മൈനസ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. അതാണ് മാത്തമാറ്റിക് റൂൾ. ഞാൻ ഒന്നുകൂടെ പറയാം. മൈനസ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ദെൻ നമ്മൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. മൈനസ് സംഖ്യ എത്ര വരും? 40, 30, 20, 10. 30, 70, 100. അപ്പം -100 വരും. പ്ലസ് സംഖ്യ എത്രയുണ്ട്? 10, 20, 30. അപ്പോൾ 30, 30, 60. ഇത് രണ്ടും തമ്മിലാണ് കൂട്ടേണ്ടത്. 100ഉം 60ഉം തമ്മിൽ കൂട്ടണം. ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. വലിയ സംഖ്യ 100 ചെറിയ സംഖ്യ 60. 100 നിന്ന് 60 കുറച്ചിട്ട് 100ന്റെ ചിഹ്നം ഇടണം എന്നർത്ഥം. അപ്പോൾ -40. ആ -40 ഇവിടുത്തെ സിഗ്മ ഡി. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ -40. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ -40 കിട്ടി. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? എ കിട്ടി, സിഗ്മ ഡി കിട്ടി, എൻ നമുക്ക് ഓൾറെഡി അറിയാം. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പോ പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. സിഗ്മ ഡി ഈസിക്കൽ ടു 40. അരിത്തമെറ്റിക് മീൻ ഈസിക്കൽ ടു എ എന്ന് പറയുന്നത് 50. 50 പ്ലസ് സിഗ്മ ഡി എന്ന് പറയുന്നത് -40. ഇവിടെ -40 എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ n, അതായത് 8. 50 പ്ലസ് 40 ഡിവൈഡ് ബൈ 8. ഈ ഇക്വേഷൻ ആണ് കേട്ടോ. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം എത്രയാണെന്ന്. അത് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ 50 ഇവിടെ എടുത്തെഴുതി, ഇതിനൊന്ന് വർക്കൗട്ട് ചെയ്യണം. അത് -40 ഡിവൈഡ് ബൈ 8. ആൻസർ കിട്ടുക -5 ആണ്. മൈനസിന്റെ ഹരിക്കുമ്പോൾ മൈനസിന്റെ ചിഹ്നം തന്നെ ഇടണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് മൈനസ് സംഖ്യയും പ്ലസ് സംഖ്യയും തമ്മിൽ വീണ്ടും കൂട്ടേണ്ട അവസ്ഥ വന്നു. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക, വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. അതാണ് റൂള്. അങ്ങനെ ആവുമ്പോൾ എത്ര കിട്ടും ഇവിടെ ആൻസർ? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. ആൻസർ ഒന്ന് പറയും. എത്രയാണെന്ന്? ആണ്. 45. ഇനി നേരത്തെ കിട്ടിയ ആൻസർ നോക്കി നോക്കൂ.
സെയിം 45 തന്നെയല്ലേ? മെത്തേഡ് 1 സെയിം ആണ്. അതെ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാ ആൻസറിലും ഏത് മെത്തേഡ് ചെയ്താലും ഒരേ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്. അപ്പോൾ നേരത്തെ 45 തന്നെ കിട്ടിയത് മെത്തേഡ് 1 കൂടെ ചെയ്തപ്പോഴും മെത്തേഡ് 2 ചെയ്തപ്പോഴും 45 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. നമ്മൾ ഈ ഒരു ക്ലാസ് റെക്കോർഡ് ഇതിന് റെക്കോർഡ് കിട്ടും. ഇന്ററാക്റ്റീവ് ആയതുകൊണ്ട് ഇതിൽ ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഹോംവർക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഇതിന്റെ ആൻസർ അയക്കുക. ഇപ്പൊ ഈ ഇരുന്നിരിപ്പിൽ ചെയ്യണം, പിന്നേക്ക് വെക്കരുത്. ഫൈൻഡ് ഔട്ട് AM ഫ്രം ദി ഫോളോയിങ് ഡാറ്റ ഓഫ് ആനുവൽ സെയിൽസ് ഓഫ് സ്കൂട്ടേഴ്സ്. എന്നിട്ട് ഈ സാധനം എഴുതണമെന്നില്ല. X = 23. ഇത് എഴുതണ്ട കേട്ടോ, കൺഫ്യൂഷൻ ആവും. X = 23, 8, 14, 31 ഇത് കംപ്ലീറ്റ് എഴുതാം. എന്നിട്ട് നേരത്തെ ചെയ്ത മെത്തേഡ് നോക്കിയിട്ട് ഇത് അതേപോലെ ഫോളോ ചെയ്ത് ആൻസർ കണ്ടെത്തുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടേക്ക് 25 ആസ് അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീൻ 25 എടുത്താൽ മതി. 25 ഇവിടെ ഇല്ല. നമ്മൾ ചുമ്മാ ഒരു വേറെ പുറത്തുനിന്ന് ഇത് അസ്യൂംഡ് മീൻ തരും. പ്രോബ്ലത്തിൽ തരികയാണെങ്കിൽ ആ എമൗണ്ട് തന്നെ എടുത്ത് ചെയ്യാം, ആ ഫിഗർ എടുത്ത് ചെയ്യാം. ഇപ്പൊ ഇരുന്ന് ചെയ്യണം കേട്ടോ, രണ്ട് മെത്തേഡും. ഡീലർ എന്നുള്ളത് X കൊടുത്താൽ മതിയോ? ഡീലർ ഒഴിവാക്കി ഇത് എഴുതേ വേണ്ട. അത് വേണ്ട, താഴത്തെ എഴുതിയാൽ മതി അല്ലേ? സെയിൽസിന് മാത്രം എഴുതിയാൽ മതി. അതായത് എക്സിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് എന്നിട്ട് അത് ഓക്കെ ആയാൽ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഒരു 3 ക്ലാസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡും കിട്ടും, ബാക്കിയുള്ളവർക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും.